ഒരു വെള്ളിയാഴ്ച കാലം ദൈവം നമുക്ക് സഭയായിട്ട് കൂടി വരുവാനായിട്ട് തന്ന കാര്യത്തെ കുറിച്ച് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ജീവിതത്തിലാണെങ്കിലും ഒരു വർഷം കൂടെ ദൈവം എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ ആഴ്ച കൂട്ടി തന്നു. ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവനാണ്. അതുപോലെ പ്രാർത്ഥിച്ച് നിങ്ങളെല്ലാവരോടും നന്ദി പറയുന്നു. ദൈവം ഈ ഭൂമിയിൽ നമ്മളെ ഓരോരുത്തരെയും ആക്കി വെച്ചിരിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. കാരണം നമ്മുടെ മുമ്പിൽ ദൈവം തരുന്ന ഓരോ നിമിഷത്തിനും ദൈവത്തിൻ്റെ ഉള്ളിൽ നമ്മളെക്കുറിച്ചൊരു പ്ലാനുണ്ട്, ഒരു പദ്ധതിയുണ്ട്. ആ കാര്യം നമ്മളത് എത്രത്തോളം സീരിയസ് ആയിട്ട് എടുക്കുന്നു, എത്രത്തോളം മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധ്യമാകുകയുള്ളൂ. കാരണം ഞാൻ ഒരു വേദഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നത് സദൃശവാക്യങ്ങൾ 19-ാം അധ്യായം 23-ാമത്തെ വാക്യം. യഹോവ ഭക്തി ജീവഹേതുകമാകുന്നു, അതുള്ളവൻ തൃപ്തനായി വസിക്കും, അനർത്ഥം അവന് നേരിടുകയില്ല. ഇനി വാക്യം വായിച്ച് ഞാൻ ചോദിച്ചപ്പോൾ ഇന്ന് ജൂലൈ 16 ഇന്നേക്ക് 22 വർഷം മുമ്പ് ലോകത്തിലൊരു സംഭവം നടന്നായിരുന്നു. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോൺ എഫ് കെന്നഡിയുടെ മകൻ ഒരു ഫ്ലൈറ്റ് ആക്സിഡൻറ്റിൽ അറ്റ്ലാന്റിക് കടലിൽ ആ ഫ്ലൈറ്റ് ക്രാഷായിട്ട് അദ്ദേഹം മരിച്ചു. സാധാരണ അന്വേഷണം നടക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ എന്തുകൊണ്ടാണ് ഈ കാര്യം സംഭവിച്ചത് എന്ന് ഈ വിമാന കമ്പനികളും അവിടുത്തെ പോലീസും ഒക്കെ അന്വേഷണം നടത്തുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ റിസൾട്ട് അവർ കണ്ടുപിടിച്ചത് ഈ അപകടത്തിൻ്റെ കാരണം ഒരു പ്രത്യേക വാക്കാണ് അവിടെ ഉപയോഗിച്ചേക്കുന്നത്. ഉപയോഗിച്ചേക്കുന്ന വാക്ക് ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അത് സ്പേഷ്യൽ ഡിസോറിയൻറ്റേഷൻ. ഉപയോഗിച്ച വാക്ക് ഇതാണ്, സ്പേഷ്യൽ ഡിസോറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ, ഞാനത് പറയാൻ കാര്യം, ഈ പ്രത്യേക ഒരു പൈലറ്റുമാർക്കുണ്ടാകുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയായിട്ടാണ് അതിനെ അവർ ചിത്രീകരിക്കുന്നത്. കാരണം ഈ സംഭവം ഈ ഒരു അവസ്ഥയിൽ കൂടി പോകുമ്പോൾ അവിടെ ഒരു വലിയൊരു കാറ്റാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് സംഭവങ്ങളായിരിക്കാം അവിടെ സംഭവിച്ചത്. പക്ഷേ ഈ പ്രത്യേക മാനസിക അവസ്ഥയ്ക്ക് പൈലറ്റിന് പറ്റുന്നൊരു കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ, ഈ പോകുന്ന വിമാനത്തിൻ്റെ ആംഗിൾ എന്താണ്, അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് എത്രയാണ്, എന്താണ് അതിൻ്റെ സ്പീഡ്, ഇതൊന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇദ്ദേഹം ആകുകയും അതിനുശേഷം ഈ ഫ്ലൈറ്റ് തകർന്നടിയുകയും ആണെന്നാണ് അവർ അവസാനം റിപ്പോർട്ട് സമർപ്പിച്ചത്. ഞാനിത് കേട്ടപ്പോൾ പറയാൻ കാര്യം, നമ്മൾ വായിച്ച ഈ വാക്യത്തിൽ അവിടെ എന്തോ പറഞ്ഞിരിക്കുന്നത്, യഹോവ ഭക്തി ജീവഹേതുകമാകുന്നു, അതുള്ളവൻ തൃപ്തനായി വസിക്കും, അനർത്ഥം അവന് നേരിടുകയില്ല. നമ്മുടെ ജീവിതയാത്രയിലും നമ്മൾ ഇതുപോലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലത്തെ കാറ്റും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പല കാര്യങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. നമ്മൾ വിചാരിച്ചിരിക്കാത്ത, അദ്ദേഹം വളരെ നന്നായിട്ട് ഫ്ലൈറ്റ് ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്താണ് ഇത് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമുക്ക് ഇതുപോലെയുള്ള സംഭവം ഉണ്ടാകും. ഈ ഡിസോറിയൻറ്റേഷൻ വരുന്ന സമയത്ത് നമുക്ക് ആശ്രയിപ്പാനായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ യഹോവ ഭക്തി ജീവഹേതുകമാകുന്നതാണ്. അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാം, യഹോഭക്തിയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, യഹോഭക്തി ജീവൻ്റെ, ഇവിടെ പറഞ്ഞ ജീവഹേതുകമാകുന്നതും യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവന് യഥാർത്ഥമായിട്ടുള്ള ജീവിതത്തിലേക്ക് നമുക്കുണ്ടാകുന്ന ആദ്യ പടി നമ്മൾ ദൈവത്തെ എത്രത്തോളം ഭയപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം ശരിയായിട്ടും ദൈവത്തെ ഭയപ്പെടുന്ന ഒരു മനുഷ്യനെ അവൻ്റെ ജീവിതത്തിലെ ഈ നമ്മളുടെ സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ സമൃദ്ധിയായ ജീവനിലേക്ക് നമ്മൾ നടത്താനായിട്ട് അവൻ കടന്നു വന്നെങ്കിൽ ഇവിടെ
നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട പ്രാരംഭമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ദൈവത്തെ എത്രത്തോളം ഭയപ്പെടുന്നത്. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിപ്പാനായിട്ട് നമ്മൾ എത്രത്തോളം ദൈവത്തെ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ എത്രത്തോളം ഗൗരവമായിട്ട് എടുക്കുന്നു. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിലെ യോസഫിനെ അവൻ്റെ സഹോദരങ്ങൾ മിസ്രൈമിൽ അടിമകളായിട്ട് അവനെ പൊട്ടക്കിണറ്റിൽ എടുത്തിട്ടിട്ട് വിൽക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണുന്നുണ്ട്. അവിടെ നിന്ന് ദൈവം യോസഫിനെ പലതരത്തിലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകാനായിട്ട് അവരുടെ ജീവിതത്തിൽ അനുവദിച്ചു. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിൽ യോസഫ് പറയുന്നൊരു വാക്യം, ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിൽ അതിൻ്റെ 5-ാം വാക്യം, 4-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, നിങ്ങൾ മിസ്രൈമിലേക്ക് വിറ്റ് കളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസേഫ് ആകുന്നു ഞാൻ. എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് ഇതിൻ്റെ പശ്ചാത്തലം എല്ലാം നമുക്കറിയാവുന്നത് കൊണ്ട് ഞാൻ അതിനൊന്നും വിവരിക്കുന്നില്ല. ആഹാരത്തിനായിട്ട് ഇസ്രയേലിൽ നിന്ന് മിസ്രൈമിലേക്ക് യാക്കോബിൻ്റെ മക്കൾ വന്നിരിക്കുക. അപ്പോൾ അവിടുത്തെ അധികാരിയായിട്ട് സകല അധികാരവും എല്ലാമുള്ള യോസഫിൻ്റെ മുമ്പിൽ അവർ നിൽക്കുമ്പോൾ അവരൊരിക്കലും പ്രതീക്ഷിച്ച് കാണത്തില്ല ഇത് യോസഫാണെന്ന്. അപ്പോൾ യോസഫ് പറയുന്നതാണ്, നിങ്ങൾ മിസ്രൈമിലേക്ക് വിറ്റ് കളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസേഫ് ആകുന്നു ഞാൻ. അപ്പോൾ അടുത്ത നിമിഷം ഇവരുടെ ഹൃദയത്തിലുണ്ട് ചിന്ത എന്താ? നമ്മുടെ കാര്യം കട്ടപ്പുക, മലയാളത്തിൽ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ അല്ലേ. കാരണം അവനോട് നമ്മൾ കാണിച്ചത് എന്താണെന്നുള്ള കാര്യം അവൻ ഇപ്പോഴും മറന്നിട്ടില്ല. പക്ഷേ അതിൻ്റെ താഴെ അടുത്ത വാക്യം യോസഫ് പറയുന്നുണ്ട്, എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ പെട്ടെന്ന് സംഭവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ്. വലിയ പ്രതീക്ഷയോടുകൂടി നമ്മൾ ചില കാര്യങ്ങളിലേക്ക് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഉള്ള ഒരു തിരിച്ചടി ഏൽക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കും നമ്മുടെ ഹൃദയത്തിൽ കൂടെ കടന്നു പോകുന്നത്. യഥാർത്ഥ യഹോവഭക്തിയുള്ള മനുഷ്യൻ്റെ ഹൃദയത്തിലാണെങ്കിൽ അവൻ അവിടെ തൃപ്തനായിട്ട് വസിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. യോസഫിനെ കുറിച്ച് നമ്മൾ വായിച്ചല്ലോ. ഇപ്പോൾ യോസഫ് പൊട്ടക്കിണറ്റിലായിരുന്നപ്പോഴും, പൊത്തിഫറിന്റെ ഭവനത്തിലായിരുന്നപ്പോഴും, കാരാഗൃഹത്തിലായിരുന്നപ്പോഴും, ഫറവോന്റെ കൊട്ടാരത്തിലെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോഴും അവൻ്റെ ഹൃദയം യഹോവയിൽ ഉറച്ചിരിക്കുകയായിരുന്നു. അല്ല എങ്കിൽ നമ്മളൊരു സാധാരണ രീതിയിലൊന്ന് ചിന്തിച്ചു നോക്കി, ഇത്രയും ഉപദ്രവം എനിക്ക് വേണ്ടി ചെയ്ത ഒരു കൂട്ടം ആൾക്കാരെ കിട്ടിയാൽ ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? തീർച്ചയായിട്ടും അവൻ്റെ ആ റിവെഞ്ച് ചെയ്യുവാനുള്ള ദൈവം തന്ന അവസരമാണെന്നുള്ള രീതിയിൽ അവർ അതിനെ പ്രതികരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ യഹോവഭക്തിയുള്ളൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണിത്. ഇതുപോലെ തന്നെ ശരിക്കും ദൈവത്തെ പിൻപറ്റുന്ന ദൈവഭക്തന്മാരായിട്ടുള്ള ആ ദൈവപുരുഷന്മാരുടെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. ഇതേ കാര്യം തന്നെ ഈ ദാവീദിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദാവീദിനെ പലപ്പോഴും ശൗൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോഴും അവൻ അവിടെ നിന്ന് ഓടിപ്പോവുകയും അവനെ കൊല്ലുവാനുള്ള അവസരം കിട്ടിയപ്പോഴും നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇത് കേട്ടു, അവനെ യഹോവയുടെ അഭിഷിക്തന്റെ മേൽ കൈവെക്കാതിരുന്നു. എന്നാൽ അതിന് ശേഷം അല്പം കൂടെ മുമ്പോട്ട് പോകുമ്പോൾ 2 സാമുവേൽ 16-ാം അധ്യായത്തിലാണ്. Second Samuel chapter 16. അതിന്റെ 5-ാം വാക്യം, ദാവീദ് രാജാവ് ബെഥൂലിമിലെത്തിയപ്പോൾ ശൗലിന്റെ കുലത്തിൽ ഗേരയുടെ മകൻ ശിമെയി എന്നു പേരുള്ള ഒരുത്തൻ അവിടെ നിന്ന് പുറപ്പെട്ട് ശപിച്ചുകൊണ്ട് വരുന്നത് കണ്ടു. അവൻ ദാവീദിനെയും രാജഭൃത്യന്മാരെയും ഒക്കെയും കല്ലുവാരി എറിഞ്ഞു. ജനവും വീരന്മാരും എല്ലാം ഇടത്തും വലത്തുമായി നടക്കുകയായിരുന്നു. ശിമെയി ശപിച്ചും കൊണ്ട് ഇവണ്ണം പറഞ്ഞു, രക്തപാതക നീച, പോ,
ശൗൽ ഗൃഹത്തിന്റെ രക്തം യഹോവ നിന്റെ മേൽ വരുത്തിയിരിക്കുന്നു. അതിന് താഴോട്ട് വരുമ്പോൾ അബീശായി പറയുന്നുണ്ട്, ചത്ത നായ ആയിരിക്കുന്ന ഇവൻ എൻ്റെ രാജാവിനെ ദുഷിക്കുന്നല്ലോ, ഞാനിവനെ കൊന്നു കളയട്ടെ എന്ന് പറയുമ്പോൾ ആ ദാവീദിന്റെ വാക്കാണ് നമ്മൾ വാസ്തവത്തിൽ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം. അവിടെ അതിന് രാജാവ് സെരിയുടെ പുത്രന്മാരെ എനിക്കും നിങ്ങൾക്കും തമ്മിൽ എന്ത്? അവൻ ശപിക്കട്ടെ, ദാവീദിനെ ശപിക്ക എന്ന് യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു, പിന്നെ നീ എങ്ങനെ ചെയ്യുന്നത് എന്ത് എന്ന് ആർ ചോദിക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തില് ഈ ഒരവസ്ഥ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ കാണും? അല്ലെങ്കിൽ ഇതിനോട് ബന്ധപ്പെട്ട ചില ജീവിത സാഹചര്യങ്ങൾ കൂടി നമ്മൾ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മുമ്പിൽ വരുന്ന ഏത് സാഹചര്യവും സ്വർഗത്തിലെ ദൈവം നമ്മുടെ പിതാവ് അറിയാതല്ല. ഇപ്പോൾ നമ്മളെ ഇവൻ ഈ ശപിക്കുന്ന അവന്റെ കൂടെയുള്ള ആ അബീശായുടെ ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. തന്റെ രാജാവിനെ ദുഷിക്കുന്നവനെ കൊന്നു കളയാനുള്ളത് അവന്റെ ആ ആത്മരോഷം ഉള്ളുമ്പോൾ ദാവീദ് അതിനെ കാണുന്നത് എങ്ങനെയാണ്? യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു ദാവീദിനെ ശപിക്കാൻ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ അതിനെതിരായിട്ട് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്യുന്നത് നല്ലത്. പക്ഷെ അപ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ അത് സാഹചര്യത്തെ പഴിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ അയൽവാസിയെ പഴിക്കുകയോ നമ്മുടെ ബോസിനെ പഴിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ കളിപ്പിച്ചവനെ ശപിക്കുകയോ അവനെ ചീത്ത വിളിക്കുകയോ ചെയ്യുന്നതല്ല, യഹോവ അനുവദിച്ചിരിക്കുന്നു. അവിടെ പറഞ്ഞ ദാവീദ് പറയുന്നൊരു വാക്കുണ്ട്, യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. ഒന്നാണ് അവനോട് അവൻ ശപിക്കട്ടെ, ദാവീദിനെ ശപിക്ക എന്ന് യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു, പിന്നെ നീ ഇങ്ങനെ ചെയ്യുന്നത് എന്ത് എന്ന് ആർ ചോദിക്കും? യഹോവ ഒരു കാര്യം കൽപ്പിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ ആർക്ക് ചോദിക്കാൻ പറ്റും? പക്ഷെ ഈ കാര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ദാവീദിന്റെ ഉള്ളിലുള്ള ഒരു ധൈര്യം താഴോട്ടുള്ള വാക്യത്തിലാണ്. അതാണ് എന്നെ അധികം ഉത്സാഹിപ്പിച്ചത്. 12-ാം വാക്യത്തില് അവൻ ശപിക്കട്ടെ, യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു, പക്ഷേ യഹോവ എൻ്റെ സങ്കടം നോക്കി ഇന്നത്തെ ഇവന്റെ ശാപത്തിന് പകരം എനിക്ക് അനുഗ്രഹം നൽകും. അതെ, അതാണ് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഉറപ്പ്. ഞാനിപ്പോൾ കടന്നു പോകുന്നത് വലിയ സങ്കടത്തിലും വലിയ കഷ്ടത്തിലും വലിയ ശാപത്തിന്റെ മധ്യത്തിലും നിന്ദയുടെയും പരിഹാസത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും അവസ്ഥയിൽ കൂടിയാണ്, നമുക്കറിയാം. എങ്കിലും എൻ്റെ ദൈവം എനിക്ക് അനുഗ്രഹം നൽകും. അവന്റെ ശാപത്തിന് പകരം അവൻ എനിക്ക് അനുഗ്രഹം നൽകും. ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിന്റെ നടുവിൽ നിന്നും എനിക്കൊരു വിടുതലുണ്ട്. കാരണം സ്വർഗത്തിലെ ദൈവമാണ് ഈ കാര്യം അവനെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ നെബൂഖദ്നേസർ രാജാവിനെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് എൻ്റെ ദാസനായ നെബൂഖദ്നേസർ. അപ്പോ അവനവിടെ കാട്ടിക്കൂട്ടിയതും ഇസ്രായേൽ ജനത്തിന് വരുത്തിയ ആ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നമുക്കറിയാം. പക്ഷെ അവനും എൻ്റെ ദാസൻ എന്നാണ് ദൈവം അവനെയും വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബുദ്ധിമുട്ട് വരുത്തുന്നവരെ ദൈവം അനുവദിച്ചിട്ടാണെന്നുള്ള കാര്യം നമ്മൾ വിശ്വസിക്കുകയും ദൈവം എനിക്ക് ഇതിനൊരു വിടുതൽ തരുമെന്ന് നമ്മൾ ആകൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ പ്രാരംഭത്തിൽ വായിച്ചതുപോലെ അവൻ പൂർണ്ണ സമാധാനത്തിലും പൂർണ്ണ തൃപ്തിയിലുമായിരിക്കും. കാരണം ദൈവമാണ് എൻ്റെ ജീവിതത്തിൽ ഈ സാഹചര്യങ്ങൾ കൂടി കടത്തിക്കൊണ്ട് പോകുന്നത്. ദൈവം അറിയാതെയല്ല. നമ്മൾ നിരന്തരം കേൾക്കുകയും ഞാൻ അധികം ഉത്സാഹപ്പെടുകയും ചെയ്തു. തലയിലെ മുടി പൊഴിയുന്നത് പോലും അവൻ അറിയാതെ അല്ല എന്നുള്ളൊരു ഉറപ്പ്. സ്വർഗത്തിലെ ദൈവം അവൻ എൻ്റെ പിതാവാണെന്നുള്ള ആ ഏറ്റുപറച്ചിലും ആ മുമ്പോട്ട് അവനോട് ചേർന്ന് നടക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടമാണെങ്കിൽ നമുക്ക് ആ പൂർണ്ണ സംതൃപ്തിയിലും പൂർണ്ണ സമാധാനത്തിലും ആ പ്രാരംഭത്തിൽ വായിച്ച അവനെ ഒരു ഈവിളും അവനെ ബാധിക്കത്തില്ല. ഒരു തരത്തിലുള്ള ഈവിൾസും അവനെ ടച്ച് ചെയ്യുകയില്ലെന്ന് തന്നെയാണ് നമ്മളവിടെ വായിച്ചത്. പിന്നെ ഈ 43-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് കാണാം. ഓരോ പുത്രന്മാരെ ആ 43-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന ഇവിടെ തുടങ്ങുന്ന ഇങ്ങനെയാണല്ലോ. അവിടെ ദൈവമേ എനിക്ക് ന്യായം പാലിച്ചു തരണമേ, ഭക്തികെട്ട ജാതിയോട് എൻ്റെ വ്യവഹാരം നടത്തണമേ, വഞ്ചനയും അനീതിയുമുള്ള മനുഷ്യങ്ങളിൽ നിന്നെ വിടുവിക്കണമേ. നീ എൻ്റെ ശരണമായ ദൈവമല്ലോ, നീ എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് എന്ത്?
ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതുമെന്ത്? നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ. അവ എന്നെ നടത്തുമാറാകട്ടെ. നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രകാശവും സത്യവും അവൻ നമുക്ക് അയച്ചു തരുമ്പോൾ നമ്മളെ അത് എങ്ങോട്ടാണ് നയിക്കുന്നത്? നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു പടി, ഇപ്പം നമ്മൾ ചിലപ്പോൾ നേരത്തെ പാടുന്നൊരു പാട്ടുണ്ടല്ലോ, അടുത്ത ഒരു ചുവട് വെക്കാൻ അറിയാതെ ഇരിക്കുകയാണെങ്കിലും ഞാൻ അടുത്ത ആ പാട്ട് ഞാൻ ശരിക്കും ഓർക്കുന്നത്, പക്ഷെ ഒരു കാര്യം ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നത്, അടുത്ത ഒരു ചുവട് മാത്രമേ വെക്കാനുള്ളൂ, ബാക്കിയുള്ളതെല്ലാം ദൈവഹിതം. അപ്പം നമ്മുടെ മുമ്പിൽ നമുക്ക് ചിലപ്പോൾ ഒരു ചുവട് വെക്കാനുള്ളത് മാത്രമേ ദൈവം ആ സമയത്ത് കാണിച്ചു തരുന്നുള്ളെങ്കിലും ഈ കാര്യത്തിൽ ഉറപ്പുള്ള ഒരു വ്യക്തി അവൻ്റെ തിരുനിവാസത്തിലേക്കും, അവിടെ പറഞ്ഞ വാക്യങ്ങൾ എങ്ങനെയായിരുന്നു? നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ. അപ്പൊ ദൈവത്തിന്റെ വചനം, ആ വെളിച്ചവും പാതയ്ക്ക് നമ്മുടെ പ്രകാശമായിരിക്കുന്ന ആ ദൈവത്തിന്റെ വചനം നമ്മൾ ധ്യാനിക്കുകയും ദൈവത്തോട് ചേർന്ന് നടക്കുകയും ചെയ്യുന്ന ഒരുവന്റെ അവസാനം അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ സാക്ഷിപ്പാൻ സാധിക്കും? ഞാൻ ഓർക്കുന്നുണ്ട്, ജീവിതത്തിൻ്റെ ചില സമയങ്ങളിൽ വളരെ പ്രയാസം കൂടെ കടന്നു പോകുമ്പോഴും ഈ ഒരു ഉറപ്പ് ദൈവം ഉള്ളിൽ തരുന്നുണ്ട്. ഐ ആം യുവർ ഫാദർ ആൻഡ് ഐ വിൽ ടേക്ക് കെയർ ഓഫ് യു. ഞാൻ നിന്നെ അവസാനത്തോളം, ഞാൻ ഒരു നാളും ജീവിതത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അവസാന അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അത് നമുക്ക് വേണ്ടിയുള്ളൊരു വാക്യമാണ്. നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ചിന്ത ഇതായിരിക്കണം: കർത്താവേ, യഹോവ ഭക്തിയിൽ നിന്നും ഞാൻ അല്പം പോലും കുറയുവാൻ പറ്റുന്നത്. ആ യഥാർത്ഥത്തിൽ ആ രീതിയിൽ മുമ്പോട്ട് പോകുന്നവരെ കുറിച്ച് യേശുക്രിസ്തു പറഞ്ഞ വാക്യങ്ങൾ നമ്മൾ ആഴത്തിലൊന്ന് ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്നാണ്, ഇല്ലേ? അതാണ് സുവിശേഷം 5-ാം അധ്യായത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു. അഞ്ചിന്റെ 8 ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. എന്നാൽ ഈ ലോകത്തിൽ നമുക്ക് ഓരോ ദിവസവും അത് കാണാൻ സാധിക്കുന്നുണ്ടോ? ഈ ശപിക്കുന്ന ശിമയെ നോക്കിയിട്ട് അവനിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാനായിട്ട് ദാവീദിന് സാധിച്ചെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഉപദ്രവിക്കുന്ന ഓരോ വ്യക്തികളെയും കാണുമ്പോൾ ഇത് ദൈവത്തിൻ്റെ ദാസൻ, ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് നമുക്ക് ധൈര്യത്തോടെ വിശ്വാസത്തോടുകൂടി പറയുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ മുമ്പേ വായിച്ച ആ തിരുനിവാസത്തിലേക്കുള്ള യാത്ര സുഗമമായിട്ടുണ്ടാകുന്നത്. ഈ വിധത്തിലുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ കഴിഞ്ഞ 53 വർഷമായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുന്ന ആ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് പറയാൻ കഴിയും, ദൈവത്തിൻ്റെ വചനം ഒന്നും നിഷ്ഫലമായി പോവുകയില്ല. നമ്മളത് വിശ്വസിക്കുകയും നമ്മുടെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഓരോ വ്യക്തിക്കും ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ അവസ്ഥയിലായി തീരുവാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോകവും ഈ ജഡവും ഈ സാധാനും എപ്പോഴും നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്: നീ നിൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്താൽ നിൻ്റെ ജീവിതം മിസറിയായിരിക്കും, നിനക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള രീതിയിലാണ് ഈ ലോകവും ഇതിലുള്ള ജഡവും സാത്താനും നമ്മുടെ കൂടെ ഉള്ള ലോക മനുഷ്യരും പറയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം എന്തായിരുന്നു നമ്മൾ പ്രാരംഭത്തിൽ വായിച്ചത്? അവിടെ പറഞ്ഞിരിക്കുന്നത് യഹോവ ഭക്തി ജീവഹേതുകമാകുന്നു, അതുള്ളവൻ തൃപ്തനായി വസിക്കും, അനർത്ഥം അവന് നേരിടുകയില്ല. നമ്മൾ നോക്കുമ്പോൾ ഈ കോരഹപുത്രന്മാരുടെ ജീവിതത്തിൽ അവരെന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? അവർ കണ്ടതാണ് തൻ്റെ പിതാവും മാതാവും അവരുടെ കൂടെ ഉള്ളവരെല്ലാം ഭൂമി പിളർന്ന് മുഴുവന് ജീവനോടെ താണുപോയത് അവരവരുടെ കണ്ണുകൊണ്ട് കണ്ടതാണ്. എന്നാൽ അവര്
ദൈവത്തിൻ്റെ പറ്റിയിരുന്നത് കൊണ്ട് ദൈവം അവർക്ക് വരുത്തിയ രക്ഷയും അവർക്ക്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് പറയാനായിട്ട് സാധിക്കും, ഞാൻ ഈ കടന്നു പോകുന്ന സാഹചര്യം അത് എത്ര ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും നമ്മൾ പലപ്പോഴും എനിക്ക് സഹിക്കാൻ സഹിക്കുന്ന പറ്റുന്നതിൻ്റെ അപ്പുറമാണ്. പക്ഷേ അവിടെയും ഒരു കാര്യമുണ്ട്, ദൈവത്തിനറിയാം എത്രത്തോളം അവൻ കഴിവിന്. നമ്മുടെ 1 കൊരിന്ത്യർ 10-13 വാക്യം നമുക്ക് എല്ലാവർക്കും കാണാതറിയാവുന്ന വാക്യമാണല്ലോ. അവൻ ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. അവൻ കഴിവിന് മീതെ പരീക്ഷിക്കുന്ന ഒരു ദൈവമല്ല. 1 കൊരിന്ത്യർ 10:13 മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. സഹോദരന്മാരെ, നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. കാരണം ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളെല്ലാവരുടെയും ശുദ്ധീകരണമാണ്. നമ്മളെല്ലാവരും യേശുക്രിസ്തുവിനെ പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം പൂർണ്ണമാക്കി തീർക്കണമെങ്കിൽ ദൈവത്തിന് നമ്മളെ പല മേഖലകളിൽ കൂടി കടത്തിക്കൊണ്ട് പോകേണ്ടതായിട്ടുണ്ട്. ഞാൻ ഓർക്കാറുണ്ട്, ആദ്യകാലത്തിൽ വിശ്വാസത്തിലേക്ക് വന്ന സമയത്തൊക്കെ ഈ അന്നത്തെ നാളുകളിൽ അത് വലിയ പ്രയാസമായിട്ട് തോന്നുമായിരുന്നു, വീട്ടിലെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിലുള്ള ശോധനയിലേക്ക് ദൈവം നമ്മളെ നടത്തുവാനായിട്ട് ഇടയാക്കി. എന്തുകൊണ്ടാണ്? കാരണം ഓരോ സ്റ്റെപ്പായിട്ടേ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യത്തുള്ളൂ. നമ്മൾ വിചാരിക്കും. അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ ഇടയ്ക്ക് പറഞ്ഞോളട്ടെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങളെല്ലാം എപ്പോഴും നന്നായിട്ട് സുഗമമായിട്ട് പോകുമ്പോൾ നമ്മൾ ദൈവത്തോടൊന്ന് ചോദിക്കേണ്ടത് നല്ലതാണ്. ഇവിടെ കൊച്ചുകുഞ്ഞ് ഉദ്ദേശി പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഞാൻ ഓർക്കാറുണ്ട്. കർത്താവേ, കൊച്ചുകുഞ്ഞിനെ മറന്നുപോയോ? അത് കാര്യമല്ലേ, നന്നായിട്ട് പോകുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഈ കാറാണെങ്കിലും നമ്മൾ കുറേ നാൾ കുറച്ച് കിലോമീറ്റർ ഓടി കഴിയുമ്പോഴത്തേക്കും അതിനെ ഒന്ന് സർവീസ് ചെയ്യാനായിട്ട് കയറ്റും. നമ്മുടെ ആത്മീയ ജീവിതം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു സർവീസിങ് പോയിന്റിൽ നിർത്തി ഒന്ന് പരിശോധിക്കാൻ നല്ലതാണ്. ചിലപ്പോൾ നന്നായിട്ട് കാര്യങ്ങൾ പുറമേയുള്ള വഴിയിൽ നന്നായിട്ട് പോകുന്നുണ്ടായിരിക്കാം. പക്ഷെ നമ്മളും ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധം, നമ്മളും ദൈവവുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെയാണോ? ഒരു തരത്തിലുള്ള ഈവിളും എന്നെ ബാധിക്കുന്നില്ല. അത് തീർച്ചയായിട്ടും ശരിയാണ്. കാരണം നമ്മൾ ഈ കാണുന്ന ഈ ഈവിളെന്ന് പറയുമ്പോൾ നമുക്ക് രോഗം വരുന്നതോ, അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തിക നഷ്ടം വരുന്നതോ, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർ ഉപദ്രവിക്കുന്നതോ, ഈ കാര്യങ്ങളെ കുറിച്ചുള്ളൊരു കാര്യമല്ല ഞാൻ ഈ പറഞ്ഞത്. നിത്യതയോടുള്ള ബന്ധത്തിൽ ദൈവം കാര്യങ്ങളെ നോക്കുമ്പോൾ എന്നിൽ ഉള്ള ആ ഈവിളായിട്ടുള്ള കാര്യങ്ങൾ ദൈവം അതാണ് നോക്കുന്നത്. നമുക്ക് കാലിന് വേദനയുണ്ടോ, നടുവിന് വേദനയുണ്ടോ, അല്ലെ ജോലിയുണ്ടോ, ജോലിയില്ലയോ, ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ദൈവം നോക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും. ഇന്നും നമ്മൾ സഹോദരി പ്രാർത്ഥിച്ചപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് നല്ലൊരു കാര്യമാണ് ആ വാക്യം കേൾക്കുന്നത്, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈ ബലപ്പെട്ടിരിക്കും. നമ്മൾ എത്ര മീറ്റിങ്ങിന് വന്നെന്നോ, എത്ര സ്തോത്രകാഴ്ച കിട്ടുന്നോ, എത്ര മിഷണറി പ്രവർത്തനത്തിന് കാശ് കൊടുത്തുന്നോ ഉള്ളതല്ല ദൈവം നോക്കുന്നത്. അത് ചിലപ്പോൾ ഒരു തരത്തിലുള്ള മാനസികാവസ്ഥയിലുള്ളവർക്ക്, അല്ലെങ്കിൽ ആ രീതിയിൽ പോകുന്നവർക്ക് അത് ചെയ്യുന്നത് അവർക്ക് എളുപ്പമായിരിക്കാം. എന്നാൽ ഞാൻ നടന്നു പോകുമ്പോൾ എന്നെ ശപിപ്പാനായിട്ടൊരു ശിമയി എൻ്റെ മുമ്പിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസിൽ എന്നെ മനഃപൂർവ്വം എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും എനിക്ക് ബുദ്ധിമുട്ട് വരുത്തുകയും ചെയ്യുന്ന ഒരു ആ സഹപ്രവർത്തകനോട് ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ അയൽവാസിയായിരിക്കുന്ന എനിക്ക് ബുദ്ധിമുട്ട് വരുന്ന ഒരു വ്യക്തിയോട് ഞാൻ എങ്ങനെയായിരിക്കുന്നു, ഈ കാര്യങ്ങളൊക്കെ ദൈവം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, കാരണം എല്ലാവരോടും ദൈവം ആ കാര്യം ചോദിക്കത്തില്ല, പക്ഷെ നമ്മളോട് തീർച്ചയായിട്ടും ചോദിക്കും. കാരണം നമ്മളിത് ധാരാളം കേട്ടിട്ടുള്ളവരാണ്. അപ്പോൾ ധാരാളം കേട്ടിട്ടുള്ള നമ്മൾക്ക് ഇതേ കാര്യത്തിൽ ദൈവം നമ്മളോട് ഓരോ സാഹചര്യത്തിലും ചോദിക്കും. കാരണം നമുക്ക് ഓരോരുത്തർക്കും അറിയാതെ എപ്രകാരം ഞാൻ ഇവിടുന്ന് ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോയി കഴിയുമ്പോൾ എനിക്കും ഇത് തന്നെ വരുമെന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിലും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാമീപ്യത്തിലാണ് നമ്മൾ ഓരോ തീരുമാനങ്ങളും ഓരോ ചുവടും വെക്കുന്നെങ്കിൽ, തീർച്ചയായിട്ടും അവൻ്റെ തിരുനിവാസത്തിലേക്കും അവൻ്റെ ഹിതത്തിലേക്കും തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വഴി നടത്തും.
നേർനിലത്തിൽ നന്മയുടെ മാർഗത്തിലേക്ക് ദൈവഹിതത്തിലേക്കും അവൻ നമ്മളെ നടത്തും. ഞാൻ അതിനായിട്ട് ആഗ്രഹിക്കുന്നു. സഭയായിട്ട് ദൈവം നമ്മളെ ആ ഒരു നിലയിലേക്ക് നടത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും.